വെള്ളം വന്നാൽ ഇത് പെരെല്ലാം മൊത്തം മൂടിക്കഴിഞ്ഞാൽ പിന്നെന്താ പെരൻ്റെ ഉള്ളിൽ ചോരും, പിന്നെ മുറ്റത്തേക്കും പിന്നെ കിണറിലൊക്കെ വെള്ളമായി, പെരക്കകത്തൊക്കെ വെള്ളമാവും. മഴക്കാലം ആയ അവിടം വരെ വെള്ളം കയറും, പിന്നെ എൻ്റെ അടുക്കള പിന്നെ വരെ വെള്ളം കയറും. ഇതാണ് നെയ്ക്കുപ്പ കോളനിയിലെ അവസ്ഥ. മാനം കറക്കുമ്പോൾ ഇവരുടെ നെഞ്ചിരിപ്പ് കൂടും. മഴ കനത്താൽ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും എടുത്ത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓടണം. സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവാസം ഒരുക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നു. ഇത്തവണ മുങ്ങിപ്പോയാൽ ക്യാമ്പിലേക്കില്ലെന്ന് കോളനിക്കാർ പറയുന്നു. ഈ പ്രാവശ്യം വെള്ളം കയറി ഞങ്ങൾ വീട്ടിൽ ഇരിക്കും, അത് തന്നെ. അല്ലെങ്കിൽ മുത്തിലേക്ക് മാറും. എന്നൊന്നും ഞങ്ങൾക്ക് വാരിക്കെട്ടി പോകാൻ പറ്റുന്ന കാര്യമാണ് സാറേ, പറ്റിയല്ല. ആ കാരണം ഈ കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കും. മുങ്ങിപ്പോയാൽ പോയിക്കോട്ടെ, ഞങ്ങൾ കുറേ ആൾക്കാർ റോട്ടിൽ കയറി നിൽക്കും. അല്ല എന്നൊന്നും ഓടിപ്പോയാൽ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. സ്ഥിരമായി വെള്ളം കയറുന്നതിനാൽ കോളനിയിലെ വീടുകളൊക്കെ തകർച്ചയുടെ വക്കിലാണ്. വാതിലുകളും ജനലുകളും തകർന്നു. ഇതിലൊക്കെ വെള്ളം കയറും. ഇതൊക്കെ വെള്ളം കയറിയിട്ട് വാതിലെല്ലാം പോയതാ. ഇതിനൊന്നും വാതിലൊന്നും ഇല്ല. ബാത്റൂം എല്ലാം പൊട്ടി നശിച്ചു പോയി. ശുചിമുറികളൊക്കെ ഉപയോഗശൂന്യമായതിനാൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് പുഴയെ ആശ്രയിക്കണം. കുടിവെള്ളത്തിന് പൈപ്പ് ലൈനോ കിണറോ ഇല്ല. മഴ പെയ്യുമ്പോൾ ഇതിൽ ചെളിവെള്ളം വന്നറിയും, അന്നേരം ഞങ്ങൾ അടിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെയും വീണ്ടും ഞങ്ങൾ തേകിയിട്ടാണ് ഈ വെള്ളം ഞങ്ങൾ. ഈ കുഴിയിൽ നിന്നാണ് താഴെ നെയ്ക്കുപ്പ കോളനിയിലെ അന്തേവാസികൾ കുടിവെള്ളം എടുക്കുന്നത്. മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതോടെ ഈ കുടിവെള്ള സ്രോതസ്സും മലിനമാകും. വീട്ടിൽ വെള്ളം കയറുന്നതോടൊപ്പം ഇവരുടെ കുടിവെള്ളവും മുട്ടും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.